ഹായ് ഓൾ, അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞു, പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്നൊരു മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഞാനിവിടെ പച്ചമുന്തിരി വെച്ചിട്ടാണ് ഐസ്ക്രീം തയ്യാറാക്കണത്. അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുന്തിരി നല്ലോണം കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 കവറ് പാൽ വെച്ചിട്ടാണ് ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന്ന് 3 കവറ് പാലിൽ നിന്ന് 1 കപ്പ് പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 കപ്പ് പഞ്ചസാര, പിന്നെ 2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ഐസിങ് ഷുഗറൊക്കെ ഇട്ടിട്ട് നല്ലോണം ബീറ്റ് എടുത്തിട്ടുണ്ട്. നല്ലോണം സ്റ്റിഫായിട്ട് കിട്ടിയിട്ടില്ല, എന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അതാണ് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. പാൽ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1 കപ്പ് പാൽ എടുത്ത് വെച്ചു എന്ന് പറഞ്ഞല്ലോ. ഞാൻ അതിന്ന് ഒരു 1/4 കപ്പല്ല, 1/2 കപ്പ് പാലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. ഈ കട്ടയില്ലാതെ നല്ലോണം ഇളക്കിയെടുക്കുക. അങ്ങനെ കട്ടയില്ലാതെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആ പാല് തിളച്ച് വരുമ്പോൾ അതിലോട്ട് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കാം. നമ്മൾ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ച പച്ചമുന്തിരി ഉണ്ടല്ലോ, അതൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 1 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കുക. പാല് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നല്ലോണം ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് നിൽക്കും. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം നല്ലോണം ചൂടുണ്ടല്ലോ, ആ ചൂടിൽ കിടന്നിട്ട് തന്നെ പഞ്ചസാര അളിഞ്ഞോളും. നമുക്ക് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെക്കാം, ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാറി കിട്ടണം. നമ്മുടെ പച്ചമുന്തിരിയൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഒന്നും കൂടെ കുക്കായി കിട്ടാനുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. വാനില എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ. ഞാനൊരു ടേബിൾ സ്പൂണ് വാനില എസൻസും 1 ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, അര ടേബിൾ സ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷനിലാണ്. പിന്നെ അതുപോലെ ഒരു ഇൻഗ്രീഡിയൻസ് പറയാൻ വിട്ടുപോയി. ഞാൻ ചെറീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്ത് ഫ്രിഡ്ജിലായിരുന്നു, അത് പുറത്ത് വെക്കാൻ മറന്നുപോയതാണ്. അപ്പം അതുണ്ടെന്നുണ്ടെങ്കിൽ അതും എടുത്തോളൂ. അതൊക്കെ ഓപ്ഷനിലാണ്, അവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. അതൊക്കെ ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറീസൊക്കെ. അപ്പം അങ്ങനെ നമ്മുടെ പച്ചമുന്തിരിയൊക്കെ നല്ലോണം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടെ തിളച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ,
ആ ജാറിലിട്ട് നല്ലോണം പേസ്റ്റാക്കി എടുക്കണം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. വെറും ഈ വേവിച്ച പച്ചമുന്തിരി മാത്രം ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കുക. അങ്ങനെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കസ്റ്റർഡിൻ്റെ മിക്സ് ഇവിടെ ചൂടാറിയിട്ടില്ല. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഇവിടെ കറണ്ട് പോയി, അതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫാനിൻ്റെ ചോട്ട് വെച്ചാൽ പെട്ടെന്ന് ചൂടാറിയിട്ട് കിട്ടും. അങ്ങനെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. നല്ലോണം ചൂടാറിയതിന് ശേഷമേ ഉള്ളൂ നമ്മുടെ ക്രീമിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് വേറെ ആയി കിട്ടും. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീമിലോട്ട് നമ്മൾ പച്ചമുന്തിരി അരച്ചെടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ പൾപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചൂടാറിയ കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഞാൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെക്കണം. ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. പിന്നെ അടച്ചു വെച്ചിട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രീസറിലോട്ട് വെക്കാം 1 മണിക്കൂർ. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഫ്രീസറിൽ നിന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട്. സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്കൊന്ന് ബീറ്റ് ചെയ്തെങ്ങാണ്ട് എടുക്കണം. ഒരു 15 മിനിറ്റ് വരെ നല്ലോണം ഹൈ സ്പീഡിൽ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ആ മുന്തിരിയുടെ ഒക്കെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അത് കഴിച്ച് നോക്കിയാലേ അറിയുള്ളൂ. നല്ല ടേസ്റ്റാണ് ഈ ഐസ്ക്രീമിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വെറുതെ പറയുന്നല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചെറീസ് വേണമെന്ന്, അപ്പോൾ അതും ചേർത്ത് കൊടുക്കണം. അത് നമുക്ക് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു ഓവർനൈറ്റ് ഫുള്ള് ഫ്രീസറിൽ തന്നെ വെക്കണം. നമുക്ക് പിറ്റത്തെ ദിവസം എടുത്ത് നോക്കാം, സെറ്റായിട്ടുണ്ടാവും. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മഴ പെയ്തത് കാരണം കറണ്ടൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല രാത്രിയൊന്നും. അപ്പോൾ സെറ്റായിട്ട് ചെറുതായിട്ട് സെറ്റായിട്ടുള്ളൂ. കാരണം മുകൾ വശമൊക്കെ ഞാനൊരു വേറൊരു
കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ടുണ്ട്, ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് മാറ്റി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആയേ. കറണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ടേസ്റ്റിനൊരു വ്യത്യാസമില്ല കേട്ടോ, ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ തയ്യാറാക്കി നോക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചെറീസ് ഒന്ന് ക്രഷ് ചെയ്തെങ്ങാണ്ട് ഇതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.